അതൊക്കെ ഇവിടെ അടിച്ചു നനയും കുളിയൊക്കെയാണോ ഇപ്പൊ ഈ വേദി? അലക്കല്ലേ? എന്താ കല്ലൊക്കെ വെച്ചിരിക്കുന്നത്? അലക്കാൻ വേണ്ടിയിരിക്കും. ഇതൊന്ന് സ്റ്റേജിൽ നിന്ന് മാറ്റിട്ട് എന്താ ഇവിടെ വെച്ചിരിക്കുന്നത്? എവിടെ മാറ്റാൻ? ഇതെന്താ ഈ നനകല്ലൊക്കെ വെച്ചിരിക്കുന്നത്? അതൊക്കെ ഹലോ, എന്നെ മനസ്സിലാക്കാണല്ലോ. ഞാൻ പേരും പ്രശസ്തിയുള്ള ഒരു ആർട്ട് ഫിലിം മേക്കറാണ്. നിങ്ങൾക്കൊക്കെ അറിയായിരിക്കുമല്ലോ. ഇല്ല മനസ്സിലായില്ല. മനസ്സിലായില്ലേ? ഞാൻ ആർട്ട് ഫിലിം ഒക്കെ ചെയ്യുന്ന ഒരു പരസ്യചിത്ര സംവിധായകനാണ്. അതിനുവേണ്ടി ഞാനിവിടെ വന്നേക്കണേ. അലക്കലിന്റെ പരസ്യം? അലക്കലിന്റെ പരസ്യമല്ല, നമ്മുടെ ഒരു പൗഡർ, വാഷിംഗ് പൗഡറിന്റെ ഒരു പുതിയ പ്രോഡക്റ്റാണ്. പെൺകുട്ടികളുടെ കൈയൊക്കെ മിനുസമാക്കി എടുക്കാം, തുണിയൊക്കെ നല്ല മിനുപ്പം ഉണ്ടാക്കുന്ന രീതിയിലുള്ള അലക്കിയെടുക്കാം. ഇതിനെപ്പറ്റിയുള്ള ഒരു സംഭവമാണ് ഇപ്പൊ ഞാൻ ചെയ്യാൻ പോണത്. അലക്കുവോ? സംഭവം അലക്കും, പക്ഷെ വേറെ സംഭവം. ആ തൊപ്പി ഒന്ന് വെച്ചേ, ചുമ്മാ ഒന്ന് വെച്ചേ. ഞാൻ സാധാരണ ആക്ഷൻ പറയുമ്പോൾ മാത്രമേ വെക്കാറുള്ളൂ. ഇനി ഒരു തോക്ക് പിടിച്ചിട്ടേ ഇങ്ങനെ കടുവകളിയോ അങ്ങനെ സാധനത്തിന് പോണ ആളുടെ ഇതുപോലെ ഒരു തോക്കും പിടിച്ചിട്ട് ആള് അതാണ് നമ്മൾ അനുഭവം വേണം. നമ്മളിൽ ഒരുപാട് സാധനം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു സംവിധായകനാകാൻ പറ്റുള്ളൂ. ഈ ഫീൽഡിലേക്ക് എങ്ങനെ വന്നത്? ഈ ഫീൽഡിലേക്ക് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വലിയൊരു കഥയാണ്. ഞാൻ പുതിയൊരു വീടങ്ങ് വെച്ചു. ഈ വീട് വെച്ചിട്ട് പുറത്ത് റോഡ് സൈഡിൽ തന്നെ വീട് വെച്ച് അവിടെ ഒരു മതിൽ ഞാൻ അടിപൊളിയായിട്ട് ഉണ്ടാക്കിയതിന് ചേട്ടൻ നല്ല പെയിന്റൊക്കെ അടിച്ചിട്ട് ഞാൻ അതിനകത്ത് എഴുതി വെച്ചു, പരസ്യം പതിക്കരുതെന്ന്. ഒരുത്തം വന്നച്ചാ പതിച്ചാ നീ എന്ത് ചെയ്യൂടാന്ന് എഴുതി വെച്ചേക്കുക. പരസ്യം നീ എന്ത് ചെയ്യൂടാന്ന് ചോദിച്ചെങ്കിൽ നിന്റെ തലമണ്ട ഞാൻ അടിച്ചു പൊളിക്കുന്നു. ഞാൻ അവിടെ എഴുതി വെച്ചു. അവിടെ എഴുതി. പിന്നെ അവൻ അവന്റെ ഭാഷയിൽ എഴുതുന്നു, ഞാൻ എന്റെ ഭാഷയിൽ എഴുതുന്നു. നോക്കുമ്പോഴുണ്ടോ ആൾക്കാർ മെഗാ സീരിയൽ കാണാൻ വന്നാലും എന്നും വന്നാൽ ഈ മതിലിന്റെ ചോട്ട് വന്ന് നിൽക്കുക. എല്ലാ ദിവസവും വൈകുന്നേരം വന്നിട്ട് നിൽക്കുക. നോക്കി പറഞ്ഞു ഞാൻ നോക്കിയപ്പോൾ ഇത് കൊള്ളാലോ, ഈ പരസ്യം ഇതങ്ങ് മുമ്പോട്ട് പോകണം, എൻ്റെ ഭാവിയിൽ നല്ല രീതിയിലുള്ള എനിക്ക് ഉയർച്ച കിട്ടുമല്ലോ എന്ന് തോന്നി. അങ്ങനെയാണ് ഞാൻ ഈ പരസ്യ ചിത്രത്തിലേക്ക് സംവിധാനത്തിലേക്ക് ഇറങ്ങാൻ തുടങ്ങിയത്. അല്ല, നിങ്ങൾക്ക് ഈ ജീവിതത്തിൽ ഈ കലാജീവിതത്തിൽ എന്തെങ്കിലും അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ടോ ഡയറക്ടർ എന്നുള്ള രീതിയിലൊക്കെ? അത് പറ്റിയിട്ടുണ്ട്. അതായത് അക്ഷരം നിങ്ങൾ പറഞ്ഞ കേട്ടോ, ഞാൻ പറഞ്ഞോളാം. അതായത് ഈ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു ജൂവലറിക്കാർ എൻ്റെ അടുത്ത് പരസ്യത്തിന് ഏർപ്പാടാക്കാൻ പറഞ്ഞു. ജേഴ്സി ഫുട്ബോൾ കളിയുടെ പരസ്യത്തിന് വേണ്ടിയിട്ടായിരുന്നു ഈ ജേഴ്സി ഇട്ടത് ചെയ്യാൻ പറഞ്ഞത്. അളിയൻ കണ്ടത്തിൽ ജുവലറി. അളിയൻ കണ്ടത്തിൽ ജുവലറി. അതിന്റെ ക്യാപ്ഷൻ വേറെ ആയി പോയി സംഭവം. ഇത് അടിച്ചു വന്നിട്ട് ഇത് അടിക്കാൻ പോയപ്പോഴത്തേക്കും മൊത്തം തിരക്കാണ്. നമ്മൾ തിരിച്ചു വന്ന് കളിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും സംഗതി മൊത്തം നാണക്കേടും വശവശം മൊത്തം പ്രശ്നമായി. അതെന്ന് അളിയൻ ജുവലറി എന്ന് എഴുതി വെച്ചിട്ട് നിക്കറയിൽ എഴുതി വെച്ചേക്ക ഒരു വണത്തോക്ക് മുമ്പിൽ. ഈ ഫുട്ബോൾ കളി അങ്ങ് തുടങ്ങിയിട്ട് കൊച്ചിൻ കലാഭവന്റെ മെമിസ് പരേഡിന് പോലും ഇത്രയും ചിരി കിട്ടിയിട്ടില്ല കളി തീരണവരെ. അങ്ങനെ ഒരു ചെറിയ അബദ്ധം എനിക്ക് പറ്റിയായിരുന്നു. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോ പരസ്യം എടുക്കാൻ വന്നിട്ട് എന്റെ സംഭവം വെച്ചാൽ ഈ കൊച്ചാണ് നമ്മുടെ ഈ ഫോട്ടോ ഓർഡറിന്റെ നായിക. അത് ശരി. ലുക്ക് കറക്റ്റ്. അല്ല, അങ്ങനെ പറയരുത്. എന്റെ കൂടെ പരസ്യത്തിൽ അഭിനയിച്ചവരുന്നു പലരും കേന്ദ്രമന്ത്രിമാരാ. കേന്ദ്രമന്ത്രിയല്ല, ഡൽഹിയിലും അമേരിക്കയിലും ബോംബെയിലൊക്കെ നല്ല മോഡൽസ് ആണ്. അപ്പൊ അതുകൊണ്ട് ഈ കൊച്ചിനായിട്ട് ഭയങ്കര ഭാഗ്യല്ലേ? അല്ല, എന്നാ ഒരു കാര്യം ചെയ്യും, എനിക്ക് കഥാതന്തു ഒന്ന് കാണിക്കും. അല്ല, കഥാതന്തു കാണിക്കാൻ പറ്റില്ല. അതെ, ഹലോ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഉദ്ദേശിച്ച തന്തു അതല്ല, സ്റ്റോറി ബോർഡ്. സ്റ്റോറി ബോർഡും എനിക്കൊരു പ്രത്യേകത ഉണ്ട്. എന്റെ സ്റ്റോറി ഞാൻ ബോർഡിൽ എഴുതി വെക്കാറില്ല. എന്നിട്ട് വേറെ എല്ലാവരും അടിച്ചോണ്ട് പോണ കാല ഇത് അടിച്ചോണ്ട് പോയിക്കാൻ എന്റെ പരസ്യത്രം പൊളിഞ്ഞു പോലെ. അതുകൊണ്ട് ഞാൻ സ്റ്റോറി ബോർഡിൽ ഒന്നും എഴുതി വെക്കാറില്ല. ഒരു വൺ ലൈൻ പറയുമെങ്കിൽ വൺ ലൈൻ ഞാൻ കേൾക്കട്ടെ. വൺ ലൈൻ ഇല്ല, എന്റെ മനസ്സിലല്ല, എല്ലാം എന്റെ മനസ്സിലാണ്. അപ്പൊ ഒരു കാര്യം ചെയ്യട്ടേക്ക, എന്തായാലും മനസ്സിലല്ലേ, പുള്ളിയുടെ മനസ്സിലുള്ള നായിക വെക്കട്ടെ. എനിക്ക് മനസ്സില്ല. അല്ല കുട്ടി, ഞാൻ പറയുന്നത് കേൾക്ക്. അല്ല, കുഴപ്പമില്ല, താല്പര്യമില്ല, എനിക്ക് പറ്റില്ല. അതൊക്കെ സോറി. തുടങ്ങാം. അല്ല, സംഭവം വേറെ സംഭവമൊന്നുമല്ല. നമ്മൾ ആ കൊച്ചിനെ വെച്ചിട്ട് പരസ്യം ചെയ്യാന്നുള്ള ഉദ്ദേശിച്ച് വന്നേ. അവക്ക് ഭയങ്കര തലക്കനം കപക്കെട്ടാന്നാ തോന്നുന്നേ. അവള് സമ്മതിക്കില്ലെന്നത്. പോട്ടെ, നമുക്ക് നമ്മുടെ വേറെ എത്ര നായികമാരുണ്ട്. ഏത് നായിക? മറ്റേ പത്മ, അവരെ ചെയ്യാലോ. കഴിഞ്ഞവണ അത് വേണ്ട, പൂപ്പലിന്റെ പരസ്യം ചെയ്തത്. അല്ല, അവള് നിന്നെ ജഗ് എടുത്തേ ഒരൊറ്റ വെട്ട എന്റെ കൈ എത്തൂടില്ലാത്തോടത്ത് വന്നിട്ട് ഇപ്പൊ ചുമക്കുമ്പോ ഇടയ്ക്കിട്ട് ഒട്ടനായിട്ടുള്ള ഒറ്റ. അത് വേണ്ട, അവള് വേണ്ട. അവളുടെ ദേഷ്യം കൊണ്ടാണ് ഞാൻ ആ കൊച്ചിനെ വിളിച്ചത്. അപ്പൊ അവള് പോയി. അത് വേണ്ട, നമുക്ക് ഇതിനെ തന്നെ ഫിക്സ് ചെയ്യാം. ഞങ്ങളെ നായകനെ കണ്ടിട്ടുണ്ടോ പരസ്യത്തിലാ? പത്മകുമാരി അമ്മേ. അല്ല, പേര് ഇത്തിരി പഴയതാണെന്നുള്ളൂ, ആള് പുതിയതാണ്. ആള് ന്യൂ ജനറേഷൻ ആണ്. വിളിക്കട്ടെ എന്നാല്. ന്യൂ ജനറേഷൻ ആണെന്നോ? അവളാണ് സ്ഥിരം റേഷൻ കടയിൽ പോയി സാധനം മേടിക്കണേ. എവിടെ പത്മോടെ?
നമസ്കാരം തുടങ്ങാം സാറേ. തുടങ്ങാം അത് ഞാൻ ഈ സാധനം എഴുതിയപ്പോ ഈ കൊച്ചിനെ മനസ്സിൽ കണ്ടോണ്ടാ ഈ സാധനം ഞാൻ എഴുതുന്നത് ഇല്ലടോ. സാറേ ഇത് തന്നെയല്ലേ എന്നോടും പറഞ്ഞത്. എന്റെ മനസ്സിൽ കണ്ടിട്ടാണ് ഈ സാധനം എഴുതിയെന്നല്ലേ പറഞ്ഞത്. എന്തിനാ പപ്പ മാറ്റി പറയണത്? അത് ചേട്ടാ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതിപ്പം ഉദ്ദേശ നായികയെ കിട്ടിയില്ലെങ്കിൽ ഏത് ഡയറക്ടർമാരും വേറെ ഏതെങ്കിലും ഒരു നായികയെ കാസ്റ്റ് ചെയ്ത് തരുമ്പോ പറയുന്ന ഒരു വാക്കാ ഇല്ലയോ? ഉദ്ദേശ നായികയെ കിട്ടിയില്ലെങ്കിൽ ഇങ്ങനെ പറയത്തില്ലേ? പറഞ്ഞോണ്ട് എന്റെ നേരെ ചൂടുന്നത് അല്ല നിങ്ങളുടെ മനസ്സിൽ കണ്ടിട്ടാണ് ഇത് വളർന്നു വരുന്ന നമ്മളെ പോലുള്ളവരോടൊരു ചോദ്യചിഹ്നമല്ലേ എന്ന് ഞാൻ ആശ്ചര്യക്ക് പോകുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഫോക്കസ് ഓക്കെ ആണെങ്കിൽ നമുക്ക് ചെയ്താലോ? ഞാനില്ല. വണ്ടിക്കൂലിക്ക് വല്ല പൈസ ഉണ്ടെങ്കിൽ ഞാൻ പൊയ്ക്കോളാം. ഞാനില്ല. പഠിക്കുന്ന സമയത്ത് 1-2 പേരോട് ഞാൻ പോയിട്ടുണ്ട്. അതൊക്കെ കാര്യം ശരിയാ എന്ന് വെച്ചിട്ട് മുഖത്ത് നോക്കി ഇങ്ങനെ പറയാൻ കൊള്ളാം. ഇന്നോരോ ലൊക്കേഷനിൽ വെച്ച ഒരാളും എന്നോട് ഇങ്ങനെ മോശമായിട്ട് പറഞ്ഞിട്ടില്ല. സാറിന്റെ മുഖത്തൊക്കെ പറഞ്ഞ എന്തോ ഇപ്പൊ പോക്ക് ദിവസമാണെങ്കിൽ ഓക്കേന്ന്. ഫോക്കസ് എന്നല്ല പറഞ്ഞേ, ക്യാമറയുടെ ഫോക്കസ് ഓക്കെ ആണെങ്കിൽ തുടങ്ങാന്നാ ഞാൻ പറഞ്ഞേ. ഫോക്കസ് ആണ് എന്റെ പത്മ. അങ്ങ് വിളിച്ച് പറഞ്ഞല്ലോ ചേട്ടാ. സാറില്ല ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല. സാറേ അപ്പൊ നമുക്ക് തുടങ്ങാം, സ്റ്റാർട്ട് ചെയ്യാം. നായിക ഒരു കുമാര തുണിയുമായി തുള്ളിച്ചാടി വന്നതിന് ശേഷം തുണി ഇളക്കി കഴിയുമ്പോൾ ഈ നായികയെ ആക്രമിക്കാനായിട്ട് കീടാണ് വരുന്നു. ഓക്കെ, അവിടെ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. ശരി. അപ്പൊ ഇതെല്ലാം ഓക്കെ അല്ലേ? ഡയലോഗ് ഓക്കെ അല്ലേ? ഓക്കെ ആണോ? റെഡിയാണ് സാർ. ആക്ഷൻ പറ സാറേ. ക്യാമറ റോളിംഗ് ആക്ഷൻ. ഞാൻ കേടാണ്. ആദ്യം വസ്ത്രത്തിൽ കയറും, പിന്നെ ശരീരത്തിൽ കയറും, പിന്നെ ശരീരത്തിന്റെ എല്ലാ മുഖ്യഭാഗങ്ങളും ഞാൻ അള്ളും മാന്തം വെച്ചും. ഞാൻ കേടാണ്. ഈ സമയം നായികയെ രക്ഷപ്പെടുത്താനായി നായകൻ നമ്മുടെ പുതിയ പ്രോഡക്റ്റ് സോപ്പ് പൗഡറുമായി രംഗപ്രവേശനം ചെയ്യുന്നു. അക്ഷർ വസുന്ധരേ, എന്ത് പറ്റി? അയ്യോ ഒന്നും പറയണ്ട ചേട്ടാ, കീടാണു എന്നെ വല്ലാതെ ആക്രമിക്കുന്നു. അയ്യോ നീ ടെൻഷൻ ആവണ്ട. ഈ പഴയ സോപ്പ് പൗഡർ ഉപയോഗിച്ചിട്ടാണ് ഈ കുഴപ്പം. ഈ പഴയ സോപ്പ് പൗഡർ ഉപയോഗിച്ചിട്ട് എന്താണ് നിന്റെ പ്രശ്നങ്ങൾ? പഴയ സോപ്പ് പൗഡർ ഉപയോഗിച്ചിട്ട് ഇതിന്റെ കളർ ഇളകി പോകുന്നു ചേട്ടാ. അത് തന്നെയല്ല, കീടാണുക്കൾ പെരുകിക്കൊണ്ടേയിരിക്കുന്നു. എന്റെ കൈവെള്ളം മുഴുവൻ റാഷസ് ആയി ചേട്ടാ. ഈ പഴയ സോപ്പ് പൗഡർ ഉപേക്ഷിക്കൂ, എന്നിട്ട് പുതിയ സോപ്പ് പൗഡർ ഈ ഡിറ്റർജന്റ് ഉപയോഗിക്കൂ. ജിൽ ഡിറ്റർജന്റ് പൗഡർ. ഇത് അടിച്ചു കഴിഞ്ഞാൽ കീടാണു പമ്പ കിടക്കും. അതെയോ? ദാ നോക്കാലോ, എവിടെ കീടാണു? പോ, നീ പോ. കണ്ടോ, കീടാണു പമ്പ കിടന്നു. കീടാണുക്കളെ നശിപ്പിക്കാൻ നിങ്ങൾ ഉപയോഗിക്കൂ ജിൽ ഡിറ്റർജന്റ് പൗഡർ. ഞാൻ പോകത്തില്ല. പോവാൻ പറഞ്ഞേ. പോവാത്ത ഞാൻ എന്ത് ഇത് അടിച്ചിട്ട് പോണില്ല. അടികുളി മട്ടി കലക്കി ഒരു അടി അടിച്ചവൻ പോകത്തില്ല. ഇത് എങ്ങനെയല്ല ഈ സാധനം? നീ ഒന്നുകൂടെ പറയാം. ഈ വടിയെടുത്ത് അടിച്ചു നോക്കിയവനെ. കീടാണുക്കളെ തുരത്താൻ ജിൽ ഡിറ്റർജന്റ് പൗഡർ. ഇവനെന്താ കാണിക്കണേ? നീ എന്താ പോവാത്തന്റെ കാര്യം പോവാത്ത കാര്യം എന്റെ അടപ്പ് ഞാന് 5-8 വർഷമായിട്ട് തന്റെ കൂടെ ഞാൻ പരസ്യം ചെയ്യുന്നതാണോ? ആണോ? ശശി എന്ന് പറഞ്ഞ ആളാണ് ഞാൻ. അതെ. ഇന്ന് വരെ 8-9 പരസ്യം ചെയ്തിട്ട് 10ന്റെ പൈസ എനിക്ക് തന്നിട്ടുണ്ടോ? ഇല്ല. പൈസ തരാതെ ഞാൻ പോകത്തില്ല. ഞാൻ കീടാണു, പോകത്തില്ല.